അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഭർത്താവിന് ഭാര്യയോട് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാകുവാനും അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഈ കല്ലായി കിടക്കുന്നത് സോഫ്റ്റ് ആകാനും നല്ലൊരു ഭാര്യ ഉദ്ദേശിച്ച നല്ലൊരു ഭർത്താവായി മാറുവാനും ഉള്ള ഒരു മാർഗമാണ് പറഞ്ഞു തരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും അവരാഗ്രഹിച്ച അനുയോജ്യമായവരായി മാറ്റിത്തരുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളും അനുസരണയുമുള്ള ബറക്കത്തും റഹ്മത്തുമുള്ള മക്കളാക്കി തരുമാറാകട്ടെ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കടുകട്ടിയായിട്ടുള്ള ഭർത്താക്കന്മാർ, അതായത് ഒന്നും സംസാരിക്കൂല, നല്ല രീതിയിൽ നമ്മളിപ്പം നമ്മുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് സമീപിക്കുന്നത് പല കാര്യങ്ങളും പറഞ്ഞിട്ടും പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടുമായിരിക്കും. അപ്പോഴൊന്നും നമ്മൾ നെവർ മൈൻഡ് ആക്കി കാണുന്ന, നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനോ നമ്മളെന്താണ് പറയുന്നത് അതൊന്ന് ലിസൺ ചെയ്യാൻ പോലും ഒരു മൈൻഡില്ലാത്ത ആളുകൾ. നമ്മുടെ ഉദ്ദേശം ഭർത്താവ് നന്നാവണം, നമ്മളോടുള്ള അവഗണന മാറണം, മുൻകോപം മാറണം, അതുപോലെ തന്നെ ദേഷ്യം മാറണം, വെറുപ്പ് മാറണം. ഇതൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ചെയ്യേണ്ടത്. ഇത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫലം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് തെറ്റി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു അമലാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇശാ നിസ്കാര ശേഷം 11 കറുത്ത കുരുമുളക് എടുക്കുക, അതായത് ഉണങ്ങിയ കുരുമുളക് എടുക്കുക. എന്നിട്ട് 11 നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുക 11 തവണ. അതിനുശേഷം ഓരോ കുരുമുളകും എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ നാമങ്ങളായ യാ ലത്തീഫു യാ വദൂദു, യാ ലത്തീഫു യാ വദൂദു, യാ ലത്തീഫു യാ വദൂദു എന്നിങ്ങനെ ഓരോ കുരുമുളകിലുമായിട്ട് 100 തവണ വീതം ചൊല്ലുക. എന്നിട്ട് മന്ത്രിക്കുക. അപ്പോൾ 1100 തവണ യാ ലത്തീഫു യാ വദൂദു, യാ ലത്തീഫു യാ വദൂദു എന്നിങ്ങനെ ചൊല്ലുക. ശേഷം നിങ്ങൾ ആദ്യം ചൊല്ലിയ സ്വലാത്ത് 11 തവണ ചൊല്ലുക. അതായത് ഞാൻ എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. ഇശാ നിസ്കാര ശേഷം 11 കറുത്ത കുരുമുളക് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന 11 സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം ഓരോ കുരുമുളക് എടുക്കുക. യാ ലത്തീഫ് യാ വദൂദ്, യാ ലത്തീഫ് യാ വദൂദ് എന്നിങ്ങനെ 100 തവണ ചൊല്ലി ആ കുരുമുളകിൽ മന്ത്രിക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. അടുത്ത കുരുമുളക് എടുക്കുക. ഇതുപോലെ യാ ലത്തീഫ് യാ വദൂദ്, യാ ലത്തീഫ് യാ വദൂദ് എന്നിങ്ങനെ ചൊല്ലി മന്ത്രിച്ചൂതി അതും 100 തവണ ചൊല്ലുക. എന്നിട്ട് ആ കുരുമുളക് മാറ്റുക. ഇങ്ങനെ ഓരോ കുരുമുളകും എടുത്ത് യാ ലത്തീഫ് യാ വദൂദ്, യാ ലത്തീഫ് യാ വദൂദ് എന്ന് 100 തവണ വീതം 11 കുരുമുളകിലായി ചൊല്ലുക. ഇങ്ങനെ ചൊല്ലുമ്പോൾ 1100 യാ ലത്തീഫ് യാ വദൂദ് എന്ന ഇസ്മ നിങ്ങൾ ചൊല്ലും. അതിനുശേഷം നിങ്ങൾ ആദ്യം ചൊല്ലിയ 11 സ്വലാത്ത് വീണ്ടും ചൊല്ലുക. എന്നിട്ട് നിങ്ങളുടെ നിയ്യത്ത് എന്താണോ ആവശ്യം, അതായത് ഹലാലായ നിയ്യത്തായിരിക്കണം. നിങ്ങളുടെ ഭർത്താവ് നല്ല സ്വഭാവമായി നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറണം, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവഗണനയൊക്കെ മാറി നിങ്ങളെ പരിഗണിക്കണം എന്നൊക്കെയുള്ള നിങ്ങളുടെ നിയ്യത്ത് മനസ്സിൽ കരുതി ആ കുരുമുളക്
തീയിലിട്ട് കരിക്കുക. യാ ലത്തീഫു എന്നാൽ അത്യന്തം മൃദുവായവനെ എന്നും യാ വദൂദു എന്നാൽ അത്യന്തം സ്നേഹമുള്ളവനെ എന്നുമാണ് ഈ ഇസ്മുകളുടെ അർത്ഥം. ഈ ഒരു കാര്യം ഉംദത്തുസ് സുലൂക്ക്, അൻവാറു ശംസിയ എന്നീ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും അവഗണനയും ദേഷ്യവും മുൻകോപവും തെറ്റിദ്ധാരണകളും ഒക്കെ മാറ്റി നല്ല റാഹത്തുള്ള ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.